അല്ലമീൻ ലോകത്ത് അത്ഭുതം ചെയ്തല്ലോ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലമീനായതുകൊണ്ട് ചെയ്യില്ല, ആ സ്വഭാവം അങ്ങനെയാണ്. ഒരു കാലത്ത് സഫാ മലയുടെ ചൂട്ടിൽ നിന്ന് ജബലിന്നൂറിൻ്റെ അടിവാരം വരെ കൈകൊണ്ട് മതിയാൽ ജീവനോടെ കുഴിച്ചു മൂടിയ 10,000-കണക്കിന് പെൺകുട്ടികളുടെ തലയോട്ടി കിട്ടുന്ന വർഗത്തിനിടയിലേക്ക് കടന്നു വന്ന മനുഷ്യൻ്റെ പേരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമൂഹത്തെയാണ് കുന്നു മുഹറമ്മ ലോകത്തെ ഉത്തമമായ സമുദായമാക്കി 23 കൊല്ലക്കാലം കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്ത് പകരം വെക്കാനില്ലാത്ത മനുഷ്യരാക്കിയിട്ട്. അത് റസൂലുള്ളാഹിയുടെ സ്വഭാവം അല്ലമീനായതുകൊണ്ടാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവം അല്ലമീനാവണം, സത്യസന്ധനാവണം, വിശ്വസ്തനാവണം, എന്നാൽ അത്ഭുതം ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഗുണം മാതാപിതാക്കളുടെ പൊരുത്തമാണ്. ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തമില്ലാത്ത ഒരു മഹ്ലൂക്ക് നന്നാവില്ല. ഉമ്മയുടെ പൊരുത്തം, ബാപ്പയുടെ പൊരുത്തം, ഈ രണ്ട് പൊരുത്തവും നേടിയെടുക്കാത്ത ഒരാളും രണ്ട് ലോകത്ത് നന്നാവില്ല. ഈ ലോകത്ത് നന്നാല പല ലോകത്ത് നന്നാകാം, രണ്ട് ലോകത്ത് നന്നാവില്ല. അതുകൊണ്ട് ഉമ്മാന്റെ ഉപ്പാന്റെ പൊരുത്തം അനിവാര്യമായി നേടിയെടുക്കാൻ കഴിയണം. മൂന്നാമത്തത് പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ ഗുരുത്വവും പൊരുത്തവുമാണ്. ഉസ്താദന്മാരുടെ ഗുരുത്വവും പൊരുത്തവും. അതൊരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് ദീന മാത്രം പഠിപ്പിക്കുന്നത് എന്നല്ല. ഒരു ഇൽമ ആര് പഠിപ്പിച്ചാലും ആ മനുഷ്യനെ ആദരിക്കാൻ നമുക്ക് ഒരു ഇൽമ ആര് പഠിപ്പിച്ചു ഒരൊറ്റ ഇൽമ പഠിപ്പിച്ചാൽ മതി, ആദരിക്കാൻ നമുക്ക് മനസ്സുണ്ടാക്കണം. അതാണ് പൊരുത്തേണ്ടത്, അതാണ് ഗുരുത്വം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ഉസ്താദ് എഴുന്നേറ്റ് നിന്നപ്പോൾ മുത്താലിങ്ങൾ 4 ഭാഗത്തും നോക്കി ആര് വരുന്നു എന്നറിയാൻ. നോക്കുമ്പോൾ ഒരു വയസ്സായ ഒരു നാടൻ പണിയെടുക്കുന്ന മനുഷ്യൻ അങ്ങനെ റോഡിലൂടെ നടന്നു പോവുകയാണ്. അയാളെ കണ്ടപ്പോഴാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നത്. അപ്പോൾ ഈ മുത്താലിങ്ങൾ ചോദിച്ചു, ഉസ്താദെ അയാളെ കണ്ടിട്ടാണ് എഴുന്നേറ്റെന്ന് വെച്ചു. അതേന്ന് പറഞ്ഞു. അയാളൊരു നാടൻ പണിക്കാരനാണ്, ഒരു മുസ്ലിമാണ്, മുസ്ലിമും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അയാളെൻ്റെ ഉസ്താദാണെന്ന് പറഞ്ഞു. അയാൾ എൻ്റെ ഗുരുവാണ്, എൻ്റെ ഗുരുവര്യനാണ്. അയാൾ കണ്ടപ്പോൾ അയാൾ അറിയുന്നില്ല ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ്. അയാൾ അങ്ങനെ പോയതാ, മൂപ്പര് എഴുന്നേറ്റ്. അപ്പം കുട്ടിയൊക്കെ അത്ഭുതമായി. ലോകത്തെ വിജ്ഞാനം നിറക്കാൻ വേണ്ടി കടന്നു വന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്താണ് ആ മനുഷ്യൻ പഠിപ്പിച്ചത്? അതൊരു വല്ലാത്ത ഇൽമാണെന്ന് പറഞ്ഞു. എന്താ ഇൽമെന്ന് വെച്ചു. അപ്പോൾ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊക്കെ നായ മൂത്രമൊഴിക്കുന്ന കണ്ടിട്ടുണ്ടോ വെച്ചു. നായ മൂത്രമൊഴിക്കുന്ന കണ്ടിട്ടുണ്ടോ വെച്ചു. നമ്മളും കണ്ടിട്ടില്ലേ നായ മൂത്രമൊഴിക്കുന്നത്? രാവിലെ നായിൻ്റെ ബാക്കിൽ ഓടാൻ നിൽക്കണ്ട, ഒന്ന് ഒഴിക്കുന്ന പറഞ്ഞു. നായ മൂത്രമൊഴിക്കുന്നത് കണ്ടോ വെച്ചു. ലോകത്ത് ഒരു മൃഗം ഒഴിക്കാത്ത പോലത്തിലാണ് നായ ഒഴിക്കുക. അത് എല്ലാ നായും അങ്ങനെ ഒഴിക്കലുമില്ല, അതാ കുതിരത്ത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വെച്ചു, നായ മൂത്രമൊഴിക്കുന്നത് ചില നായകളൊക്കെ കാല് പൊക്കിയിട്ടാണ് ഒഴിക്കുന്നത്, ചിലത് അങ്ങനെ ഒഴിക്കുന്നില്ലല്ലോ വെച്ചു. നമ്മൾ ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ചിലത് കാല് പൊക്കിയിട്ട് ഒഴിക്കും, ചിലത് കാല് പൊക്കിയിട്ട് ഒഴിക്കൂല, നിന്നിട്ട് ഒഴിക്കും.